ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനം പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. പ്രഭാഷകൻ 7:27. നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾ എത്രത്തോളം അധ്വാനിച്ചിട്ടാണ് ഇന്ന് കാണുന്ന നിലയിൽ നമ്മൾ എത്തിയിരിക്കുന്നതെന്ന്. അതിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ കാര്യം നമ്മൾ ജീവിതാനുഭവങ്ങളോടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. നമ്മൾ സമയമെടുത്ത് ഓരോ കാര്യങ്ങൾ പലതവണ പരിശ്രമിച്ച് ഓരോന്നും മനസ്സിലാക്കുമ്പോഴാണ് ഇതിനൊക്കെ ഇത്ര കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാകാതെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ജന്മം നൽകി നമ്മളെ ഇവിടെ വരെ എത്തിച്ച മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാകാതെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എതിർത്തിട്ടുണ്ട്. അവരുടെ കഷ്ടപ്പാടുകളും നന്മകളും ഒക്കെ നമ്മൾ എതിർത്തിട്ടുണ്ട്. അന്നേരം എല്ലാം അവർ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ കണക്ക് പറയാതെ നമ്മോട് സഹകരിച്ചിട്ടുണ്ട്. ഒരു വേള അവർ കണക്ക് പറയുകയും നീതിപൂർവ്വം പരിഗണിക്കുകയും ചെയ്തായിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാവുകയില്ല. നീതിയോടെ ഞാൻ ചെയ്യുന്നതിന് അനുപാതികമായ കാര്യം എനിക്ക് തിരിച്ചു തരണം എന്ന് ചോദിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്തായിത്തീരുന്നു അല്ലെങ്കിൽ എന്തായിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് പലതും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കാനുള്ള ശേഷി അനുദിനം വളർന്നു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോന്നും മുന്നോട്ട് പോകുമ്പോൾ പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 27-ാം വാക്യം എന്ന് പറയുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുകയും നൊന്തുപെറ്റ അമ്മയെ മറക്കാതിരിക്കുകയും ചെയ്യുക. നമ്മളോട് ക്ഷമയോടെ സഹകരിച്ചവരാണ് അവർ. അതുകൊണ്ട് അവരുടെ ക്ഷമയും നിലനിൽപ്പിൻ്റെയും ഭാഗമാണ് ഇന്ന് ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ അവരോട് പെരുമാറാൻ നമുക്കിടയാകട്ടെ. ആമേൻ.